എന്റെ ശക്തമായ നിലപാടുകൾ ഞാൻ എപ്പോഴും എന്റെ സ്റ്റാൻഡ് അവിടെ തന്നെ വെക്കാറുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടി. എന്റെ സ്റ്റാൻഡ്, ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് നിലപാട്. നിലപാട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ട് ആൾ ഇങ്ങനെ പോയാൽ നീ ഇവിടെ അധികകാലം ഡ്യൂട്ടി ചെയ്യാനുണ്ടാവും തോന്നണില്ല. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനാ. നിലപാട് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലപാടെന്നാണ്. എന്താണ് നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. ഒരു കാര്യത്തിൽ നമുക്ക് തോന്നുന്ന സ്റ്റാൻഡ്, നമുക്ക് തോന്നുന്ന കാര്യം അത് ഉറച്ചു പറഞ്ഞ് 100% ഞാൻ യോജിക്കുന്നു. വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡ്, വാട്ട് യു മീൻ ബൈ ഒപ്പീനിയൻ. നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് സത്യത്തിനൊപ്പമാണെങ്കിൽ അത് നമ്മുടേത്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അതല്ല, തെറ്റിനൊപ്പമാണെങ്കിൽ തെറ്റ്, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. 10 തലയവന് തനി രാവണൻ. പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യം ഒരാഴ്ച കഴിയുമ്പോ അത് പിന്നെയും തിരുത്തി. ഇതൊരു കഷ്ടമാണ്.